ശബരിമലയിൽ വിശ്വാസികളെ തല്ലിച്ചതച്ച ആൾ. അജിത് കുമാറിന്റെ അധോലോക ബന്ധങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണെന്ന് വി മുരളീധരൻ. ADGP അജിത് കുമാറിന് BJP ചായ്വുണ്ടെന്ന ആരോപണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അജിത് കുമാർ BJPയുടെ ആളാണെന്നാണ് ചിലർ പറയുന്നത്. ഇത് തെറ്റാണെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ശബരിമലയിൽ പ്രക്ഷോഭം നടന്നപ്പോൾ ഭക്തരെ തല്ലിയൊതുക്കാൻ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാനാകില്ല. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ചിലർ BJPയെ ഇതിലേക്ക് വലിച്ചിടുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. അജിത് കുമാറിന്റെ അധോലോക ബന്ധവും ഇടപാടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 15 കോടി വില വരുന്ന വസ്തുവിലാണ് 3 നില വീട് പണിയുന്നതെന്ന് പുറത്തുവന്ന കണക്കുകളിൽ വ്യക്തമാണ്. എവിടെ നിന്നാണ് ഇത്രയും വലിയ വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്? അദ്ദേഹത്തിന്റെ പൈതൃക സ്വത്താണോ ഈ വരുമാനം? രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ തന്റേടമുള്ള ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. എല്ലാവരെയും നിശബ്ദരാക്കാൻ പിണറായി വിജയന് സാധിക്കില്ല. BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അഴിമതിക്കാർക്കും അധോലോക സംഘങ്ങൾക്കും കള്ളക്കടത്തുകാർക്കും കൂട്ടുപിടിക്കുന്ന ആളല്ല അദ്ദേഹമെന്നും വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊച്ചിയിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണത്തിൽ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. 2023 മെയ്യിലാണ് നവീകരണത്തിനായി ഈ ടെൻഡർ ക്ഷണിച്ചത്. ഈ ടെൻഡർ നടക്കുമ്പോൾ മറുവശത്ത് വേറെ കരാർ ഉണ്ടാക്കുകയായിരുന്നു. സ്പോർട്സ് കൗൺസിലും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയായിരുന്നു. സ്വകാര്യ കമ്പനിയുടെ അഭിഭാഷകരാണ് P ശശിയും മകനുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണം. ശശി മകനും അഭിഭാഷകരായ മാഗ്നം സ്പോർട്സ് എന്ന കമ്പനിക്കാണ് കരാർ നൽകിയത്. P ശശി നടത്തുന്ന കൊള്ളയുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. ബാക്കി പിന്നാലെ വരും. ഈ ക്രമക്കേടിൽ പരാതി കൊടുക്കും. EP ജയരാജനെതിരെ വേഗത്തിൽ നടപടിയെടുത്ത പിണറായി വിജയന് P ശശി, അജിത് കുമാർ, സുജിത് ദാസ് എന്നിവരെ തൊടാൻ പേടിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. CPM MLAയേക്കാൾ പവർഫുൾ ആണ് ADGP അജിത് കുമാർ. അതാണ് അൻവർ വായ മൂടിയത്. മുഖ്യമന്ത്രിക്ക് ഭയമാണ്. അജിത് കുമാർ മുൻപ് ഇടപെട്ടത് സ്വർണ്ണക്കടത്ത് കേസിലാണ്. അത് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ ഭയമാണ്. CPM കൊട്ടേഷൻ ഏൽപ്പിച്ച കൊടി സുനിയാണ് അജിത് കുമാർ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം. മുൻ പത്തനംതിട്ട SP സുജിത് ദാസ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. താനൂർ കസ്റ്റഡി മരണം ആസൂത്രിതമാണ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമാണത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് മോശം ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ്. ലോട്ടറി മാഫിയ വിരട്ടി പണം തട്ടുന്ന ആളാണ് സുജിത് ദാസ്. ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു.